നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലിൽ ഇതുപോലെ ആപ്ലിക് പാറ്റേണിൽ പ്രിന്റും പിന്നെ ചെറുതായിട്ട് ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുള്ള മോഡലാണ്. ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഫ്രഞ്ച് നോട്ട് ഡിസൈനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. പിന്നെ ചെറിയൊരു സീക്വൻസിൻ്റെ ഒരു ഹൈലൈറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ. ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് വിത്ത് അജ്രക് പ്രിന്റ്, ഗ്രീൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇത് ഈ ഒരു മോഡലൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് കളർ കുറച്ചുകൂടെ നല്ല ഗ്രീനാട്ടോ. ഇതിൻ്റെ ദുപ്പട്ട അടിപൊളിയാണ്. ഇത് ആപ്ലിക്ക് പോലെ തന്നെ ഇരിക്കും കാണാനായിട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്ക് പോലെ ഇരിക്കുന്നേ ഉള്ളൂ, ആപ്ലിക്ക് കൊടുത്തിട്ടില്ല, പ്രിന്റ് ആണ്. അതേ രീതി തന്നെ കൊടുത്തേക്കുന്ന പ്രിന്റ് ആണ് വരുന്നത്. ഇത് നൂർത്തിയൊക്കെ ഇട്ട് നല്ല രസമാട്ടോ. ഫോട്ടോ എടുക്കാനായിട്ട് നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ഇതാണ് ദുപ്പട്ടയുടെ പ്രിന്റ് വരുന്നത്. ആപ്ലിക്കുമായിട്ട് വലിയ വേരിയേഷൻ ഇല്ല, പെട്ടെന്ന് നമുക്ക് ആപ്ലിക്ക് പോലെ തന്നെ തോന്നിക്കുകയുള്ളൂ. പക്ഷെ ശരിക്കും ഇത് പ്രിന്റാണ് വരുന്നത്. ഇതിൻ്റെ കാരണം ഈ ആപ്ലിക്ക് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്രയും അടുപ്പിച്ച് തന്നെ ആപ്ലിക്കൊക്കെ ചെയ്ത് നമുക്ക് എന്തായാലും റേറ്റ് ഒരു 1700-800 ആ റേഞ്ചൊക്കെ വരും. അപ്പോൾ ഇത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്തെടുത്തിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഭംഗി ഒട്ടും പോകാതെ തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റിങ് ആട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു ബേജ് കളർ എന്നൊക്കെ പറയാവുന്ന ഷെയ്ഡ്, അതിലും ആപ്ലിക്ക് പോലത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കലാപരമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നമുക്ക് വേണം ടോപ്പ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ ബോട്ടത്തിന് കറക്റ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ തയ്ച്ചാൽ മതി, കാരണം നമുക്കൊരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ബോട്ടത്തിന് കണ്ടില്ലേ, സെയിം തന്നെ ആ ഒരു ആപ്ലിക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ നമ്പർ K491, 1100 ആയിരുന്നു. നമുക്ക് ഓഫർ പ്രൈസ് 799 മാത്രമേ ഉള്ളൂ. 700. നെക്സ്റ്റ് വരുന്ന വിജിത സിൽക്കിൻ്റെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. ഇതിൻ്റെ കളർ നേരിട്ട് ഇതല്ല, ഇത് കുറച്ച് തെളിച്ചം തോന്നിക്കുന്നുണ്ട്. ഇത് നല്ല ഡാർക്ക് വൈൻ കൂടിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതായത് റെഡ് വൈൻ്റെ ഒക്കെ ആ ഒരു ടൈപ്പ് ഷെയ്ഡ്. ഇതിൽ കുറച്ചൊരു നോർമൽ മെറൂൺ പോലെയൊക്കെ തോന്നിക്കുന്നില്ല, മെറൂൺ അല്ല കേട്ടോ, നമുക്ക് വൈൻ കൂടിയിട്ടുള്ളൊരു ഷെയ്ഡ് എന്ന് തന്നെ പറയാം. നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക്. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് മുഖത്തിന് ഭയങ്കര എടുപ്പ് കൂടുതൽ കിട്ടും. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഒരു 1000 മേളിലല്ലാതെ ഒരു കടയിലും കിട്ടത്തില്ല. ശരിക്കും ഇത് എത്ര 1250 ആയിരുന്നേ. നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് ഈ ഒരു ഓഫർ പ്രൈസിലായതുകൊണ്ടാണ് ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടയും അടിപൊളിയാണ്. ഇതിൻ്റെ സൈഡിൽ വൺ സൈഡിൽ ബോർഡർ മൊത്തത്തിൽ വർക്കുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഉദ്ദേശിക്കാൻ പോലും പറ്റില്ല, കാരണം ഈ 799 പ്രൈസിൽ എന്തായാലും ഇത് കിട്ടാൻ പോകുന്നില്ല, കാരണം അത്രയും നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് കൊടുത്തേക്കുന്നത്. കളറും നല്ല കേട്ടോ, ഇതിൻ്റെ അത് കാണുന്നതിനേക്കാളും ഭയങ്കര നല്ല ഷെയ്ഡാണ്. നല്ല വൈൻ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് പറയാറുള്ള ആ ഒരു ഷെയ്ഡ് തന്നെയാണ്. വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റെഡ് വൈൻ്റെ ഷെയ്ഡ്. ഇതാണ് ഇതിൻ്റെ ബീഡ്സ് വർക്ക് വരുന്നത്. സെൻറ്ററിൽ ഇത്രയും പോർഷനിൽ വരുന്നേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തലയിലിട്ടാലും വൺ സൈഡിലോ 2 സൈഡിലോ എങ്ങനെ ഇട്ടാലും ഈ വർക്ക് നന്നായിട്ട് കാണാനും പറ്റും. മെറ്റീരിയലും നല്ല ഹൈ ക്വാളിറ്റി, വിജിത്രയുടെ നല്ല കൂടിയ ക്വാളിറ്റി ഫാബ്രിക്കാണ്. താഴെ ടാസിൽസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്, നോക്കിക്കോട്ടെ. ഇല്ല, ടാസിൽസ് ഇല്ല കേട്ടോ. ഇതിങ്ങനെ മടക്കി തന്നെയാണ്. നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉള്ള ഐറ്റമാണ്. അതുകൊണ്ട് ഇങ്ങനെ മടക്കി അടിച്ചാലും നല്ലതായിട്ട് തന്നെ ലെങ്ത്തിൽ തന്നെ നിങ്ങൾക്ക് ഇടാനും പറ്റും. ഇതുപോലെയാണ് ഫുൾ ഒരു ലുക്ക് വരുന്നത്. ഫോട്ടോ ആയിട്ട് സൈറ്റിലുണ്ട് കേട്ടോ. നമ്പർ N835, റേറ്റ് 1250 ആയിരുന്നു. നമുക്ക് ഓഫർ പ്രൈസ് 799, 700. അടുത്തത് സെമി ടെസർ ഫാബ്രിക്കിൽ ചെറിയൊരു പ്രിന്റ് കൊടുത്തിട്ടുള്ള മോഡലാട്ടോ. യോക്ക് പോർഷനിൽ ക്രോഷ്യയുടെ ടൈപ്പ് ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയും നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ്. ഇതൊരു ഗ്രീനിഷ് ഗ്രേ അല്ല കേട്ടോ, ഗ്രീൻ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ. ഇതാണ് ദുപ്പട്ടയ്ക്കകത്തെ പ്രിന്റ് വരുന്നത്. ഇതിൻ്റെ ബോർഡറിലെ ഡിസൈൻ ഇതുപോലെ വരും. സൈഡ് ബോർഡേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ക്രോഷ്യഡ് ലേസ് വർക്ക് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ലെങ്ത്തും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. ലെങ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചോദിച്ചാൽ മതി, നമ്മൾ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇതാണ് ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ബോട്ടം സെയിം കളർ. ഇതാണ് ബോട്ടം വരുന്നത്. അതായത് ഈ ഒരു ലൈറ്റ് ഷെയ്ഡില്ലേ അത് വെച്ചിട്ടാണ് ബോട്ടം കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് തയ്ച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇത് മെറ്റീരിയലും നമുക്ക് കാഴ്ചയ്ക്ക് ടസറിൻ്റെ ആ ഒരു ലുക്കാണെങ്കിലും സിൽക്ക് മിക്സ് ആയിട്ട് തന്നെ നമുക്ക് നിൽക്കും. പക്ഷെ വാഷ് ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൈസ് മെറ്റീരിയൽ, പക്ഷെ കാണാൻ നമുക്കൊരു 2000 റേഞ്ച് ഒക്കെ തോന്നിക്കുന്ന ആ ഒരു ടൈപ്പ് ഫാബ്രിക്. നമ്പർ വരുന്നത് K267, 1100 ആയിരുന്നു. നമുക്ക് ഓഫർ പ്രൈസ് 699 മാത്രമേ ഉള്ളൂ, 6000. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളർ. ഇതിൻ്റെ അകത്ത് കുറച്ച് തെളിച്ചമുള്ള ഒരു സൈസ് കളറായിട്ട് തോന്നിക്കുന്നുണ്ട്. അങ്ങനത്തെ ഭയങ്കര തെളിഞ്ഞതല്ല കേട്ടോ, കുറച്ചുകൂടെ ടീൽ ബ്ലൂവിൻ്റെ കുറച്ച് ഡാർക്കർ. അങ്ങനെ അകത്തുമ്പം ഏകദേശം എന്നാലും ചെറിയ വേരിയേഷൻ ഉണ്ട്. നല്ല കളറാട്ടോ നേരിട്ട് കാണാൻ. നിങ്ങൾ ഇതിനകത്ത് കാണുന്ന കളറുമായിട്ട് ചെറിയ വേരിയേഷൻ എന്തായാലും ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ പ്രശ്നമല്ല, എല്ലാവരുടെയും ഫോൺ സെറ്റിങ്സിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് ക്യാമറ എന്ന് പറയുന്നത് ഈ ഫോൺ നോർമലി ഒരു ബ്ലൂ കളറിലോ ഗ്രീനിലോ നിങ്ങൾ പിടിച്ച് നോക്കിയാൽ മതി, കറക്റ്റ് കളർ കിട്ടത്തില്ല. അത് ആ ഒരു ഫോണിൻ്റെ തന്നെ ഇതാട്ടോ,
ആ ഒരു വേരിയേഷൻ എന്തായാലും നമ്മുടെ നോർമൽ ഐ കണ്ടുകൊണ്ട് കാണുന്ന രീതിയിൽ ബ്ലൂ ഗ്രീനിനെ ഒന്നും നേരിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ക്യാമറയിലും കിട്ടത്തില്ല. പിന്നെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ഇതിലും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള വർക്കാട്ടോ. ആ ഒരു ത്രെഡും മൊത്തത്തിൽ ഹാൻഡ് വർക്കിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓരോ വർക്കിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുന്നത്. ഇതൊക്കെ നല്ല ഹെവി വർക്കാട്ടോ. സെപ്പറേറ്റ് ഒക്കെ ചെയ്യിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആവുന്ന സൈസ് വർക്കാണ്. നോർമൽ വീനക്ക് ഇഷ്ടമില്ലാത്തവർക്കും ഇത് തയ്ക്കാൻ പറ്റും. എക്സ്ട്രാ ഒരു പീസ് പോലെ എക്സ്ട്രാ ഒരു ഇതായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു രസമുള്ളൊരു നെക്ക് പോലെ ഇരിക്കും. ഇതുപോലെ ഈ ഒരു പാറ്റേണിലുള്ള നെക്കായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന മോഡലാണ്. ഇതിൻ്റെയും ദുപ്പട്ടയിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സെൻറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കാണാനായിട്ട് എന്നാ രസമാണെന്ന് നോക്കി. ഭയങ്കര രസമുള്ള കളർ കോമ്പിനേഷന്, പിങ്കിൻ്റെ കോമ്പിനേഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ബാക്കി സൈഡിലോട്ടും ഉണ്ട് കേട്ടോ വർക്ക്. സെൻറ്ററിൽ മെയിനായിട്ട് അത്രയും നല്ല ഹെവി ആയിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക് ബോട്ടം കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് H752 1100 നമുക്കിതിൻ്റെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് 699 മാത്രമേ ഉള്ളൂ. 600. നെക്സ്റ്റ് വരുന്നത് ഒരു നല്ല മെറൂൺ ഷെയ്ഡാട്ടോ. ഫ്രണ്ട് പോർഷനിലെ വർക്ക് ഫുൾ എംബ്രോയ്ഡറി പ്ലസ് ചെറിയ ഒരു സീക്വൻസിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് റഫായിട്ട് യൂസ് ചെയ്യാം. നല്ല കളറാട്ടോ. പിന്നെ കളറിനനുസരിച്ച് ചിലതിന് ചെറിയ റേറ്റ് വേരിയേഷൻസ് വരാറുണ്ട്. എല്ലാം സെയിം റേറ്റ് അല്ല കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് സൈറ്റിനകത്ത് ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഓർത്താൽ മതി. ഡിമാൻഡഡ് കളേഴ്സിന് റേറ്റ് ശക്കലും വ്യത്യാസം കാണും. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് മെറൂൺ ഷെയ്ഡ്. അത് സാറ്റിൻ സിൽക്കിന് നല്ല ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട ഇതുപോലെ വരും. നല്ല മെറൂൺ ആട്ടോ ഇത്. ഇതിൻ്റെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതും സെമി സിൽക്കിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ. നിങ്ങൾക്ക് ആ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. നല്ലതായിട്ട് ഒതുങ്ങി കിടക്കും. നല്ല ലെങ്ത്തും ഉണ്ട് ഈ ഒരു മോഡലിന്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം കണ്ടില്ലേ, സാറ്റിൻ സിൽക്കാണ്. നമ്പർ വരുന്നത് T237 800 നമുക്കിതിൻ്റെ ഓഫർ പ്രൈസ് 599 ഫൈഡബിൾ. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച് കളറാണ്. ഇതിൽ കാണുമ്പോൾ ഒരിച്ചിരി ഓറഞ്ച് പോലൊക്കെ തോന്നിക്കുന്നെന്ന് തോന്നുന്നു. പക്ഷേ പീച്ചിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല കളറാണ്. നേരിട്ട് കുറച്ചിട്ട് നല്ല ഷെയ്ഡ് തന്നെയാണ്. അത് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയേണ്ട കാര്യം എനിക്ക് വരുന്നത് ഈ ക്യാമറയ്ക്കകത്ത് കറക്റ്റായിട്ട് കളർ കിട്ടാത്തതുകൊണ്ടാണ്. അത് നമ്മുടെ മാത്രം പ്രശ്നം കേട്ടോ. എല്ലാ ക്യാമറയ്ക്കും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും കറക്റ്റായിട്ടൊന്ന് എടുത്തു വിടുന്നത്, കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെയാണ് വർക്ക് കൊടുത്തേക്കുന്നത്. സിമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഐറ്റം കേട്ടോ. അതായത് അതിൻ്റെ പ്രൈസ് വെച്ചിട്ട് നല്ല റീസണബിൾ എന്ന് തന്നെ പറയാവുന്ന ഒരു ഐറ്റം. ഫ്രണ്ടിൽ സെയിം കളർ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട ഇത് ഗഡ്വാൾ ദുപ്പട്ടയുടെ മോഡൽ ആണോ. സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ സൈറ്റിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. കാരണം ഒത്തിരി ലെങ്തി ആയി പോകും വീഡിയോ. ഇതിൻ്റെ ബോട്ടം സെയിം കളർ സാറ്റിൻ സിൽക്കിൻ്റെ അതൊക്കെ സെയിം കളർ തന്നെയാണ്. നമുക്ക് ആ ഒരു കളർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ ചെറിയ കളർ വേരിയേഷൻ ഒരു ഇച്ചിരി കൂടെ പീച്ചിൻ്റെ നല്ലൊരു ഷെയ്ഡ് കൂടെ കയറി വരുന്നുണ്ട് നേരിട്ട് കാണാൻ. പിന്നെ നമ്പർ വരുന്നത് K203. ഇതിന് 700 നമുക്ക് ഓഫർ പ്രൈസ് 499 അഫോർഡബിൾ.